ആ 5 എണ്ണത്തിനെ പെറ്റിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കയ്യിൽ കൊടുത്തത് അവളുടെ ഉമ്മാൻ്റെ കയ്യിലാണ്. 5 എണ്ണം വളർന്നത് ആ വീട്ടിലാണ്. വലുതാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ആയതും പ്രസവിച്ച് വന്നതൊക്കെ ആ വീട്ടിലേക്കാണ്. അപ്പോൾ 2 മാസമായിട്ടുള്ളൂ ഞാൻ ഉമ്മാനെ പറയാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കണ്ടല്ലോ. അവൾ എത്ര യൂട്യൂബ് ചാനൽ തുടങ്ങി, ഏതിലെ ക്ലിക്കായത്? കെട്ടിയോ മരിച്ചതിൻ്റെ ശേഷം. കെട്ടിയോ മരിച്ചതിൻ്റെ ശേഷമാണ് അവളുടെ ചാനലൊന്ന് ക്ലിക്കായത്. അപ്പോൾ പൈസ വരാൻ തുടങ്ങിയപ്പോൾ അഹങ്കാരം കൂടി. പിന്നെ ഞാനിതിൽ തെറി പറയാനോ അവളെ തല്ലാനോ പറയാണ്ടല്ല കാര്യം. ഞാനൊരാണാണ്, എനിക്ക് അവളെ തല്ല, പക്ഷെ എനിക്ക് തല്ലാൻ അറിയാണ്ടല്ല. പക്ഷെ ഞാനത് തല്ലിക്കഴിഞ്ഞാൽ കേസ് മാറുമെന്ന് എനിക്ക് നന്നായിട്ട് ബോധമുണ്ട്. അവൾ പീഡന കേസ് കൊടുക്കും. അപ്പോൾ ഓൾറെഡി പീഡിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടാണ് അവൾ കേസ് കൊടുത്തിരിക്കുന്നത്. അവൾ കേസ് കൊടുത്തോട്ടെ. അതിലേക്കും വലിയവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, തെളിവും കാര്യങ്ങളൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അത് അവൾക്ക് വഴിനീളെ വന്നോളും. അവൾക്കുള്ള വെട്ടിക്കെട്ട് അവിടെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവൾ എന്തൊക്കെ പറഞ്ഞു. പിന്നെ നെല്ലിക്കാട് നാട്ടിൽ ഞങ്ങൾ പിഴകളാണെന്നാണ് അവൾ പറയുന്നത്. അവൾ ആരെ പഴിച്ച് നടക്കണമെന്ന് അവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. ഡെയിലി നെല്ലിക്കാട് നാട്ടിലൊരു ചർച്ച നടക്കണമെങ്കിൽ ഇവളെ പറ്റിയിട്ടാണ്. ഇവളുടെ രാത്രിയത്തെ കൊണേടിയാണ് അവിടെ ചർച്ച, ഡെയിലി ചർച്ച നടക്കുന്നത്. പിന്നെ പള്ളി പോകുന്നുണ്ട്, അങ്ങനെ മറ്റേത് പള്ളിക്കാരനെ കയ്യെടുത്ത് വെച്ച് പറഞ്ഞോ, നിനക്ക് പറയാൻ പറ്റുന്നതിനൊക്കെ നീ അങ്ങോട്ട് പറഞ്ഞോ. കഴുത്തറക്കും അടിച്ച് പൊട്ടിക്കും. എന്താ അവളുടെ ഡയലോഗ്. അവൾ ഇരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയല്ലേ ഞങ്ങൾ അങ്ങോട്ടും പോക്ക്. അവളെന്താ തൊടാൻ അവൾക്ക് ആയില്ലേ? ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോക്കുണ്ടായിരുന്നു. തല്ലാനാക്കിയിട്ടുണ്ടാവില്ലേ? അപ്പം എന്താ കൈ പൊങ്ങിയില്ല? കൈ പൊങ്ങില്ല. ആണിൻ്റെ ചൂടെന്താന്ന് അവൾ അറിഞ്ഞതാണ് ഒരു വട്ടം. എന്നിട്ട് രാത്രി ലൈവിൽ വന്ന് കടന്നു പൊങ്ങിയതാ. തള്ള കൂട്ടു നിന്നു, എന്നെ തള്ള കൂട്ടു നിന്നു ഗായ്സ് ഇതൊക്കെ പറഞ്ഞ് ലൈവിൽ കടന്ന് കൊണച്ചു. അവളിവിടെ കിടന്ന് ഇങ്ങനെ കൊണക്കണ്ടാവുള്ളൂ ഗായ്സ്. തെളിവുണ്ടത്ര അവളില്. പിന്നെ പൈസൻ്റെ ഇടപാട് 1 ലക്ഷം വാങ്ങി, 1 ലക്ഷം വാങ്ങിയിട്ടില്ല ഗായ്സ്. അവൾക്ക് 34,000 രൂപ കൊടുക്കും. 32 രൂപ കൊടുക്കേണ്ടത്. അത് ഞാനല്ല ഗായ്സ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ പൈസ കൊടുക്കാൻ ഞാനല്ല, എൻ്റെ ജ്യേഷ്ഠനാണ്. അതിൽ പൈസ കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ തെളിവൊക്കെ ഉള്ളവിടെ ഉണ്ട്. അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖമാണ്. ജലദോഷവും തലവേദനയൊക്കെ ഉണ്ട്. ഇനി പനിക്കാണോ എന്തോ അറിയില്ല. ഇന്ന് കുറച്ച് മഴയുണ്ടായിരുന്നു രാവിലെ, പിന്നെ അതിനുശേഷം കുറച്ച് വെയിൽ. അങ്ങനെ തുണികളൊക്കെ അൽഹംദുലില്ലാ ഉണക്കി പറക്കി. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് 2 പേര് മദ്രസ പോയി. കുഞ്ഞുമോൻ ഇവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്, മക്കളൊക്കെ റാഹത്തായിട്ടിരിക്കണം. മസ്റുക്കുണ്ട് ചെറിയ ജലദോഷവും കാര്യമൊക്കെ. നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ ഉമ്മാൻ്റെ പനി എല്ലാവരും ചോദിച്ചു, അൽഹംദുലില്ലാ കുറവുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്നിപ്പോൾ പറയാമെന്ന വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു ഇനി ശനിയും ഞായറും രാത്രി 8:30 ലൈവ് ഇടും ഇൻഷാ അല്ലാ. തിങ്കൾ തൊട്ട് വെള്ളി വരെ വീഡിയോസും ശനിയും ഞായറും ലൈവും. കാരണം അത്രയും വീഡിയോയും ലൈവും കൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് MB 1.5 GB ആണ് ചെയ്യുന്നത്. അങ്ങനെ ഷോട്ടിൽ തന്നെ ഏകദേശം 500 MB-യോളം പോവും. 3-4 ഷോട്ട് ചെയ്യുമ്പോൾ അല്ലേ കുട്ടികളാ. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഫുഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ പിടിക്കാൻ ആരും ഇല്ല. സത്യം പറഞ്ഞാൽ ബേക്കിൽ നിന്നിട്ട് വീഡിയോ പിടിക്കാനും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല. അതുകൊണ്ട് ക്യാമറ പിടിക്കാൻ മസ്റു വന്നാലേ പറ്റൂ. ഇത് തന്നെ ഇപ്പോൾ ജനലിൽ ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ആര് കാരണം റീച്ചായി ഒരു 10-12K ഉള്ള സമയത്താണ് ഷാജിദാൻ്റെ ഒരു വീഡിയോയിലൂടെ ഒരു ഫോൺ കോളിലൂടെയും നമ്മൾ ഞാൻ മറ്റൊരു റിയാക്ഷൻ ചെയ്തു വീട്ടമ്മ. അപ്പോൾ ഞാൻ കുറച്ച്, എല്ലാവരും അങ്ങനെ തന്നെയാണ് റീച്ച് ആവുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പം നമ്മൾ പല രീതിയിലും പലർക്കും പല രീതിയിലെ കണ്ടൻറ്റ് ഉപയോഗിച്ച് വീഡിയോ ചെയ്യും. ചിലർ റിയാക്ഷൻ ചെയ്യും, ചിലർ ബാക്കി കാര്യം ചെയ്യും. എന്ന് വെച്ചാൽ കുക്കിങ്ങും കാര്യങ്ങളും ചിലരെല്ലാം ഉൾപ്പെടുത്തും. ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ സമൂഹം എന്താണെന്നും സമൂഹത്തിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് എന്നും മനസ്സിലാക്കണം. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെയാണ്, ആദ്യമേ ഇങ്ങനെയാണ്. പിന്നെ ചില സമയങ്ങളിൽ ഇത്തിരിയൊക്കെ, അതായത് പല രീതിയിലുള്ള വാക്കുകളൊക്കെ വരും. അത് സങ്കടം കൊണ്ടിട്ടായിരിക്കാം. നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തി നിൽക്കുമ്പം നമുക്കൊരു സങ്കടം വരും. പിന്നെ വേറെ അതൊന്നുമല്ല ഇന്നത്തെ വിഷയം. ഞാൻ സിനാൻ ഷാജിദ വിഷയം കാണാനിടയായി. അപ്പോൾ ഷാജിദ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് സിനാൻ പറയും, സിനാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഷാജിദ പറയും. ഇവർ 2 പേർക്കിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളും ഷാജിദായും തമ്മിൽ മുറിയാത്ത ബന്ധങ്ങളാണ്. അല്ലെങ്കിൽ നീ എൻ്റെ സ്വന്തക്കാരിയല്ല, അല്ലെങ്കിൽ നീ സ്വന്തക്കാരനല്ല എന്ന് പറയുമ്പോഴും അവിടെ മുറിയുന്നില്ല ഒന്നും. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് ഇസ്ലാമിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിൽ 3 തൊലാക്ക് ബന്ധം മാത്രമേ അവർ തമ്മിൽ മാത്രമേ പിരിയുള്ളൂ. ബാക്കി ഇനി നിങ്ങൾ എൻ്റെ ഉമ്മ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാപ്പ അല്ല എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പിരിയൂല.
നീ എത്ര വന്നാലും നീ ഇന്നാര മോള് അല്ലെങ്കിൽ ജമാലിൻ്റെ മോള്, എൻ്റെ ഉപ്പാൻ്റെ പേരാണ് ജമാൽ, ജമാലിൻ്റെ മോള് അല്ലെങ്കിൽ ഷാഹിദാര മോള് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാതെ നെജില എന്ന് പറയുന്ന ഒരാളിന് അവരെ കീഴിലാണ് ഞാൻ ജന്മം നൽകിയതും അവരെ കീഴിലാണ് അറിയപ്പെടുന്നതും അവരെ കൈ പിടിച്ചിട്ടാണ് സ്കൂള് നടന്നതും. വാപ്പ ഇവിടെ ഇല്ലായിരുന്നു, പ്രവാസമായിരുന്നു. ഉമ്മാൻ്റെ കാര്യം കരം പിടിച്ചിട്ടാണ് ഇതാണ്. ഉമ്മയെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നതും കാര്യങ്ങളും കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മസ്റൂർ. ആദ്യം നമ്മളൊരു ഭൂമിയിലൊരു കുഞ്ഞിനെ ജന്മം നൽകുന്ന ആ ഒരു കുഞ്ഞ് ചിലപ്പോൾ നമുക്ക് കഷ്ടപ്പാടിലാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് നമ്മളെ കൂടെ നിർത്തും റബ്ബ്. കാരണം മറ്റു തുടരെയുള്ള മക്കളാവുമ്പോൾ ഈ മൂത്ത മോളും കൂടിയാണ് എൻ്റെ 2 മക്കളെ നോക്കിയത്, ബാത്റൂമിലായാലും ബാക്കി കാര്യമായാലും എല്ലാം. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം ഈ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിൽ, നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാർ, നമ്മൾ ഈ കമൻ്റ് ഇടുന്ന ഈ Gmail ID ഉപയോഗിച്ചിട്ട് കമൻ്റ് ഇടുന്ന, അല്ലെങ്കിൽ ഞാനുണ്ട് സിനാൻ നീ അങ്ങനെ ചെയ്യ് സിനാൻ. അപ്പോൾ ഈ ചെറുപ്പക്കാരാണ് കുറച്ച് അതെന്ന് വെച്ചാൽ കുറച്ച് തിളയ്ക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരും ഉമ്മമാരും നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് പറയും, അല്ലെങ്കിൽ നീ നിൻ്റെ ഫാമിലി പറഞ്ഞു, ഷാജിദ നിൻ്റെ ഫാമിലി പറഞ്ഞു, മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് പറയുമ്പം അതും ഒരു സങ്കടമാണ്. പിന്നെ സിനാൻ്റെ അടുത്ത് പറയാനുള്ളത്, സിനാൻ കുറച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയാണ്, അവരെ മക്കൾക്കും ഭാവിയുണ്ട്, നിനക്കും ഭാവിയുണ്ട്, നിൻ്റെ ഉപ്പയും ഉമ്മയ്ക്കും ഭാവിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ മുസ്ലിമാണ് എന്നൊരു പരിഗണന വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ അതായത് ഞാനൊക്കെയും വാക്കുകളൊക്കെ പറയും, പക്ഷെ അത് ഒരു പരിധി കൂടുതലുള്ള വാക്കുകളൊന്നും പറയരുത്. കാരണം എന്ന് വെച്ചാൽ അവരെന്തോ കാണിക്കട്ടെ, അവർ റബ്ബ് തമ്മിലായിക്കൊണ്ട് പോട്ടെ. സിനാൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഈ പ്രായത്തിലൊരു അനിയനുണ്ട്. അവർക്ക് ഈ ചോരത്തിളപ്പിൻ്റെയൊക്കെ ടീനേജ് പ്രായം കഴിഞ്ഞ ആ സമയമൊക്കെയാണ്. കഷ്ടപ്പാടുകൊണ്ട് ജോലിക്ക് പോകണുണ്ട്. ഇപ്പം ഷാജിദാക്ക് സിനാനെ പറയാനുള്ള യാതൊരു യോഗ്യതയില്ല, തിരിച്ച് സിനാനും പറയാനുള്ള. കാരണം ഷാജിദാനെ അങ്ങനെയാണ് റബ്ബ് സൃഷ്ടിച്ചത്. പിന്നെ ഷാജിദ ഇപ്പം നമുക്ക് പണം കൂടുമ്പോൾ അഹങ്കാരം വരും. ഞാൻ അന്ന് ധരിക്കുന്ന പോലെ തന്നെയാണ് ഇന്നും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും. ചിലവർക്ക് പണം വരും, ചിലവർക്ക് സോഷ്യലിലോട്ട് ഇറങ്ങും, ബാക്കി കാര്യങ്ങളും. എനിക്ക് ക്യാമറ പിടിക്കാനും വേറെ ആരുമില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ, അതായത് കുക്കിംഗ് വീഡിയോസ് ഒന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഫുഡ് പാക്ക് ചെയ്യണതും അതൊക്കെ പറ്റും, അല്ലാണ്ട് എനിക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും എനിക്കത് വെച്ചിട്ട് വീഡിയോ ചെയ്യാനും അറിയില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സിനാൻ വേർഡ്സുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മാന്യതയുടെ പുറത്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഷാജിദ, രാത്രി നീ ലൈവുകളിൽ ഉപയോഗിക്കുമ്പോൾ ഈ അപമര്യാദയായിട്ടുള്ള വേർഡ്സുകൾ, അതായത് ഞാനും പറഞ്ഞിട്ടുണ്ട് സഹി കെടുമ്പോൾ, പക്ഷേ പച്ചയ്ക്ക് ഇങ്ങനെയൊന്നും ഉമ്മാനെയാണെങ്കിലും ആരെയാണെങ്കിലും നമ്മളായിട്ട് ആരെയൊന്നും പറയാതിരിക്കുക. എനിക്കിപ്പോൾ ഇത് ഷാജിദാൻ്റെ അടുത്ത് പറയണമല്ല, ഞാനൊക്കെ അനുഭവിച്ചതാണ്. എൻ്റെ ലൈഫ് വെച്ചിട്ട് പന്താടിയ ആൾക്കാർ കുറേ പേരുണ്ട് നമ്മുടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അള്ളാൻ്റെ വിധിയാണ് നമ്മൾ ഈ എത്ര കാലം കഴിഞ്ഞാൽ ഈ യൂട്യൂബിലെ വീഡിയോസ് ഇതുപോലെ കിടക്കും. ഇപ്പം എൻ്റെ മക്കൾക്ക് നീ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാവി ഉണ്ടാവില്ല. അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഭാവി ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടി ഉയർന്ന കാര്യങ്ങളെത്തും. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുറച്ച് പണം അങ്ങ് കൂടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ഒതുങ്ങണം. അതിനി സിനാനാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ കാര്യങ്ങളിനകത്ത് പങ്ക് ചേർന്ന ഞാനും ഷാജിദായും തമ്മിൽ ഒരേപോലെ നിന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു സാമ്യമുണ്ട്. നമുക്ക് 2 പേർക്കും 2 ലൈഫാണെങ്കിലും മക്കൾക്ക് ഒരേപോലെ ഉപ്പയില്ല. പക്ഷെ അതൊരു വലിയ കുറവാണ്, അത് അള്ളാഹു നമുക്ക് തന്നതാണ്. നാളെ നിനക്ക് ചിലപ്പോൾ റബ്ബ് ഇതിൽ നിന്ന് വലിയ ഹൈറായ ഒരു ജീവിതം തരും. മനുഷ്യൻ്റെ നാവാണ്, മറക്കും മരിക്കും എല്ലാം ചെയ്യും. അതുകൊണ്ട് ഷാജിയെ ഒരു കൂടപ്പറപ്പായിട്ട് പറയണം. ഞാൻ നിന്നെ പലതവണയും വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ, നീ എൻ്റെ കമൻറ്റിലൂടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് പൊരുത്തം ചോദിച്ചാണ്. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ, കുറച്ച് നമ്മളായിട്ട് നിനക്ക് എന്ത് വസ്ത്രം ധരിക്കാം, നിനക്ക് എന്ത് യൂസ് ചെയ്യാം, നിനക്ക് അതൊക്കെ നിൻ്റെ പേഴ്സണലി ഇഷ്ടങ്ങളാണ്. പക്ഷെ നമ്മൾ പബ്ലിക്കിൽ വന്നിട്ട് നമ്മുടെ രക്തബന്ധങ്ങളെ മുറിക്കുന്ന രീതിയിൽ നീ പറയരുത്. ഞാനും എൻ്റെ ഉമ്മേൻ്റെ കൂടെ നമ്മൾ പേഴ്സണലി ഒരു കുടുംബമാണ്, തട്ടിമുട്ടിയൊക്കെ നിൽക്കും എന്നും പറഞ്ഞിട്ട് ഒരാപത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനെയോ പല സാഹചര്യങ്ങളിലും നമ്മളിപ്പം പല അവസ്ഥയിലും തരണം ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉണ്ടാവുന്ന വേദന ആർക്കും ഉണ്ടാവില്ല, സഹോദരങ്ങൾക്ക് പോലും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു കുഞ്ഞിനെ ലേബർ റൂമിൽ നിന്ന് പ്രസവിച്ച് കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ്? നമ്മുടെ ഉമ്മാൻ്റെ കയ്യിലാണ്. ആ മക്കൾ അള്ളാൻ്റെ മക്കളാണ്. നമ്മുടെ മക്കൾ, എൻ്റെ അടുത്ത് പലരും പറയും നിൻ്റെ മക്കളാണ്, നിൻ്റെ അള്ള തന്ന മക്കളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് ഒരു മാന്യത, കുറച്ച് വന്നിട്ട് ഒതുങ്ങി. സിനാനെ നിൻ്റെ അടുത്തും പറയണം, മോനെ കുറച്ചൊന്ന് ഒതുങ്ങണം, ഒരിത്ത പറയും പോലെ ഒന്ന് കേട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ ആർക്കും വാശി വമ്പും കാണിക്കാൻ, അല്ലെങ്കിൽ അവൾ പറയണതിൻ്റെ ഇരട്ടി ഞാൻ പറയും. ഈ കമൻറ്റ് ഞാൻ ഒരുപാട് കണ്ട്, ഈ ഒരു കമൻറ്റ് ഇടുന്ന ആരും അല്ല നിനക്ക് ചിലവിനായിരുന്നു, നീ അധ്വാനിച്ചാലേ നിനക്ക് പറ്റും. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു 10K കയറുന്ന ഒരു വീഡിയോയ്ക്ക്
കൂടിപ്പോയാൽ കിട്ടും $2. $2 എന്ന് പറഞ്ഞാൽ 8 160 രൂപ. അതുകൊണ്ടിട്ടല്ല റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഷാജിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഷാജിത് എന്തായാലും എൻ്റെ സബ്ബാണ്, ഷാജി വീഡിയോ കാണും. അപ്പോഴും പറയാനുള്ളത്, എനിക്ക് നിൻ്റെ അടുത്ത് പിണക്കമൊന്നുമില്ല, ഞാനും നിന്നെപ്പോലെ ഒറ്റയ്ക്ക് തുഴയുന്ന ഒരാളാണ്. അപ്പോഴേ അൽഹംദുലില്ലാ നിൻ്റെ ബിസിനസ്സൊക്കെ നല്ല ഉയർച്ച എത്തട്ടെ, നീ നിൻ്റേതായ രീതിയിൽ പോകും. പക്ഷേ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പൊന്നോളെ കുറച്ചൊന്ന് മാന്യതയിൽ ഉപയോഗിക്കുക. സിനാനെ നമ്മളെല്ലാവരും മക്കളും എല്ലാവരും ഞാനും ഒക്കെ കാണുന്ന ഇതാണ്. പിന്നെ വേറെ ഷെഫീനാത്താൻ്റെ വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പലർക്കും പല രീതിയിലാണ് കാര്യങ്ങളാണ്, അതായത് പല രീതിയിലും പലരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് നിൽക്കും. ചിലവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ ഷെഫീനാത്താനെ ഇഷ്ടപ്പെടുന്നു, എന്നെ വെറുക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഒരു ഉമ്മ വാപ്പ മക്കളല്ല. അതുകൊണ്ട് നീ ഷാജിദ കാരണം റീച്ച് ആവും. കാരണം എന്താണെന്നറിയാമോ, ഷാജിദാൻ്റെ കാര്യമാണ്, നീ ഒന്നാമത് ഷാജിദാൻ്റെ റിലേറ്റീവും കൂടിയാണ്. അതുകൊണ്ട് പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച്. നമ്മൾ മരിച്ച് ഖബറെന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അന്നേരം യൂട്യൂബും കാണൂല, ഒന്നും കാണും. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം തെറ്റാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റുന്നില്ല. ഇതിൽ നിന്ന് 2 മാസം കൂടുമ്പോൾ ഒരു 8000 കിട്ടിയെന്ന് പറഞ്ഞ് ഒന്നും കിട്ടാനും പോണില്ല. പിന്നെ അൽഹംദുലില്ലാ തട്ടി മുട്ടി അങ്ങനെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ അധ്വാനിച്ച് ഒപ്പിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. യൂട്യൂബ് വലിയ രീതിയിലൊന്നുള്ള റീച്ചല്ല, അത്യാവശ്യം രീതിയിൽ മുന്നോട്ട് പോകണം. ഒരു ദിവസം $1 കയറും. ഇനിയിപ്പോൾ ചിലപ്പോൾ 3 മാസം കൂടിയേ ചിലപ്പോൾ വരുമാനം കിട്ടും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ഈബത്തും പരദൂഷണവും നമ്മൾ മറ്റുള്ളവൻ്റെ കാര്യങ്ങളിൽ കുത്തിച്ചകഞ്ഞ് അന്വേഷിക്കാൻ പോണത്? അതിപ്പോൾ എൻ്റെത് തന്നെ എന്തോ ആവട്ടെ, ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളില്ല, അത്രയേ ഉള്ളൂ. ഷാജി ഇല്ലെങ്കിൽ ഷാജീൻ്റെ മക്കളില്ല. അതുകൊണ്ട് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. സ്വന്തം കുറ്റം, എൻ്റെ തെറ്റ് ഞാൻ തിരുത്താൻ ശ്രമിച്ച്, അല്ലെങ്കിൽ എൻ്റെ തെറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് നാവിലുള്ള തെറ്റ് ഞാൻ ഇൻഷാ അല്ലാഹ് ഒതുങ്ങി എൻ്റേതായ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.